നമസ്കാരം, ഞാൻ ബിന്ദു ടീച്ചർ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണങ്ങളും പഠന പ്രവർത്തനങ്ങളുമാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. 10ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായ നരബലി എന്ന പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. 1ാമത്തെ ചോദ്യപ്രകാരമാണ്: നിന്റെ പേര് നരേഷ് എന്നല്ലേ? നരേഷ് എന്നാൽ രാജാവ്. നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും. അതായത് നിന്റെ പേര് അന്വർത്ഥമാകാൻ പോകുന്നു. നരേഷിനോട് കമ്പ്യൂട്ടർ ഇങ്ങനെ പറയാൻ കാരണമെന്ത്? കമ്പ്യൂട്ടർ ആരോപിക്കുന്നത് പോലെ നരേഷ് കുറ്റക്കാരനാണോ? ചർച്ച ചെയ്യുക എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബഹിരാകാശ യാത്രക്കിടയിൽ നരേഷും കമ്പ്യൂട്ടറും അസാധാരണമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. സൂര്യന്റെ തൊട്ടടുത്ത് എന്ന് വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ പേടകം 2 കഷ്ണങ്ങളായി മുറിയും എന്നും 2ാമത്തെ ചെറിയ കഷ്ണത്തിലുള്ള താൻ ഭൂമിയിലേക്ക് തിരിച്ച് രക്ഷപ്പെടുമെന്നും മുന്നിലേക്ക് പോകുന്ന സൂര്യന് അഭിമുഖമായി പോകുന്ന ആ പേടകത്തിലുള്ള കമ്പ്യൂട്ടർ സൂര്യനിൽ ചെന്ന് ഭസ്മമായി മാറും എന്നുള്ളതാണ് മുൻകൂട്ടി തീരുമാനിച്ചു വച്ചിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ എന്നെ ബലി കൊടുത്ത് നീ സ്വയം രക്ഷപ്പെടും അല്ലേ? നീ നിന്റെ പേര് അന്വർത്ഥമാക്കുകയാണ് എന്ന് കമ്പ്യൂട്ടർ നരേഷിനോട് പറയുന്നുണ്ട്. വെറും ഒരു യന്ത്രമായ കമ്പ്യൂട്ടർ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ നരേഷിന് സ്വയം മരിക്കുന്നത് പോലെയുള്ള അനുഭവമാണ് തോന്നുന്നത്. പേടകത്തിന്റെ 2 കഷ്ണങ്ങളായുള്ള വേർപെടൽ തികച്ചും ശാസ്ത്രീയമായ ഒന്നായിരുന്നു. പക്ഷെ കമ്പ്യൂട്ടർ പറഞ്ഞ വാക്കുകൾ ശാസ്ത്രവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. നരേഷ് കമ്പ്യൂട്ടറിനെ ബലി കൊടുക്കുകയായിരുന്നു. പക്ഷെ കമ്പ്യൂട്ടർ പറഞ്ഞതുപോലെ ഒരിക്കലും നരേഷ് കുറ്റക്കാരനാകുന്നില്ല. ബഹിരാകാശ ദൗത്യത്തിൽ ലക്ഷ്യമാണുള്ളത്. ചോരയും നീരുമില്ലാത്ത ഉപകരണത്തെ ബലി കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. പരിവർത്തനത്തിന്റെ ഞാണൊലി മാത്രം കേൾക്കാം അരികത്തെല്ലായ്പ്പോഴും നിമിഷങ്ങളിലൂടെ, പ്രയാണം എന്ന കവിതയിൽ നിന്നുള്ളത്. മുമ്പൊക്കെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഉത്തരവ് കൊടുക്കണമെങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യണമായിരുന്നു. ഇപ്പോഴാകട്ടെ മനുഷ്യർ കൊടുക്കുന്ന കൽപ്പനകൾ ശബ്ദത്തിലൂടെ തന്നെ തിരിച്ചറിയാൻ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. നരബലി. ബാഹ്യലോകവുമായി തലച്ചോറ് സംവദിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെ സംവേദനങ്ങളാൽ ആണല്ലോ. നിർമ്മിത ബുദ്ധി, കാഴ്ച, കേൾവി, സ്വാദ്, മണം ഇവയൊക്കെ പിടിച്ചെടുത്ത കമ്പ്യൂട്ടറിന് വിവരങ്ങൾ കൈമാറുന്ന തന്ത്രങ്ങൾ മെനഞ്ഞെടുത്തിട്ടുണ്ട്. നിർമ്മിത ബുദ്ധിയും ബോധജ്ഞാനവും. എതിരൻ കതിരവൻ. ശാസ്ത്രത്തിന്റെ സ്വഭാവം, അത് കൈവരിച്ച മുന്നേറ്റം എന്നിവയെ സംബന്ധിച്ച സൂചനകളല്ലേ മുകളിലെ ഉദ്ധരണികളിലുള്ളത്? സൂചനകൾ വിശകലനം ചെയ്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതന മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതന മാർഗങ്ങളെ കുറിച്ച് വേണം നമ്മൾ ആദ്യം സൂചിപ്പിക്കാൻ. ആധുനിക ലോകം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ തേരിലേറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ബഹിരാകാശത്തിൽ പോലും ചുവട് വയ്ക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണിത്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും അതിവേഗമുള്ള പുരോഗതിയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പല മേഖലകളിലും വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കി കഴിഞ്ഞു. ആരോഗ്യരംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ടെലിമെഡിസിൻ, ജീനോം എഡിറ്റിംഗ് തുടങ്ങിയ വലിയ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അതൊക്കെ വലിയ മുന്നേറ്റങ്ങളാണ് ആ രംഗത്തുണ്ടാക്കിയിരിക്കുന്നത്. ശസ്ത്രക്രിയകൾക്ക് ഇന്ന് മനുഷ്യ ശരീരത്തെ സ്പർശിക്കാതെ തന്നെ ചെയ്യാവുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യ വരെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉൽപാദന മേഖലയിൽ ഓട്ടോമേഷൻ, 3D പ്രിന്റിംഗ്, 4ാം വ്യാവസായിക വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്ന 4.0 എന്നതിലേക്കുള്ള മാറ്റം അതിവേഗത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്രിമ ബുദ്ധി, ജീൻ എഡിറ്റിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളെ ഭൗതിക, ഡിജിറ്റൽ, ജൈവ ലോകങ്ങൾക്കിടയിലുള്ള അതിരുകൾ ഇല്ലാതാക്കുന്ന നൂതന റോബോട്ടിക്സുമായി സംയോജിപ്പിക്കുന്ന രീതി എന്നിവ ഇന്ന് വ്യാവസായിക മുന്നേറ്റത്തിന് വലിയ വേഗത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പരമ്പരാഗത ഉൽപാദന വ്യാവസായിക രീതികളുടെ തുടർച്ചയായ ഓട്ടോമേഷൻ, ആധുനിക സ്മാർട്ട് സാങ്കേതിക വിദ്യ, വലിയ തോതിലുള്ള മെഷീൻ ടു മെഷീൻ ആശയവിനിമയം എന്നിവ ഉപയോഗിച്ച് ആഗോള ഉൽപാദന വിതരണ ശൃംഖല വികസിപ്പിക്കുന്ന രീതി അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് ഇന്ന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇവയിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെലവുകൾ കുറയ്ക്കുകയും ചെയ്യാൻ കഴിയുന്നു. ആഗോള വ്യാപാരത്തിനും പരസ്പര ബന്ധങ്ങൾക്കുമിടയിൽ ഡിജിറ്റൽ കണക്ടിവിറ്റിയും അത്യാവശ്യമായി ഇന്ന് മാറിയിരിക്കുകയാണ്. 5G, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ പുതിയ സാധ്യതകൾ ഇന്ന് തുറന്ന് കിട്ടിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഓൺലൈൻ പഠനം, വെർച്വൽ റിയാലിറ്റി, ആഗ്മെന്റഡ് റിയാലിറ്റി തുടങ്ങിയവയിലൂടെ പഠനം കൂടുതൽ ആകർഷകവും ഫലപ്രദവുമായി മാറിയിരിക്കുന്നു. കൃത്രിമ ബുദ്ധിയും മെഷീൻ ലേണിംഗും വിദ്യാർത്ഥികളുടെ വ്യക്തിഗത ആവശ്യങ്ങൾക്കനുസരണമായി പഠന മുറകളിലേക്ക്
വഴി തുറക്കുന്നുണ്ട്. ജൈവ സാങ്കേതിക വിദ്യ, പുനരുപയോഗ ഊർജം, ക്ലൈമറ്റ് ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ശാസ്ത്രം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുതിയ സാധ്യതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ശാസ്ത്രം നേതൃത്വം വഹിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്ന. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതന മാർഗങ്ങൾ മനുഷ്യജീവിതം സുഖകരമാക്കുന്നു, എളുപ്പമാക്കുന്നതിനും വികസനത്തിന് പുതിയ ദിശാബോധം നൽകുന്നതിനുമൊക്കെ സഹായകമാകുന്നു. എന്നാൽ ഈ മാർഗങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി സാമൂഹിക നന്മയ്ക്ക് ഉതകുന്ന വിധത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പ്രയോജനം മനുഷ്യ സമൂഹത്തിന്റെ സർവതോമുഖമായ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടിയായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. എനിക്ക് എന്താ ചെയ്യാൻ കഴിയുമായിരുന്നത്? എന്നെ നീ കെട്ടിയിട്ടിരിക്കുകയായിരുന്നില്ലേ? എൻ്റെ കൈകാലുകളിൽ ചങ്ങലയിട്ടു. എന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത് ഞാനൊന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന്? കഥയിൽ കമ്പ്യൂട്ടറിനെ മാനുഷിക ഭാവത്തിലാണോ ചിത്രീകരിച്ചിരിക്കുന്നത്? കഥാസന്ദർഭവും കഥയും വിശകലനം ചെയ്ത് കഥാപാത്ര നിരൂപണം നടത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നരബലി എന്ന കഥയിലെ മാനുഷിക ഭാവമുള്ള കഥാപാത്രമാണ് കമ്പ്യൂട്ടർ. നരേഷ് എന്ന ബഹിരാകാശ ഗവേഷകനൊപ്പം നിർദ്ദേശം സ്വീകരിച്ച് പ്രാവർത്തികമാക്കുന്ന കമ്പ്യൂട്ടർ എന്ന സർവ്വസാധാരണമായ ഉപകരണത്തിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങൾക്കപ്പുറത്തുള്ള ശബ്ദ പ്രതികരണവും അഭിപ്രായങ്ങളും സന്ദർഭോചിതമായ ഇടപെടലുകളും നമ്മിൽ വളരെ അത്ഭുതവും ആകാംക്ഷയും ഉളവാക്കുന്ന ഒന്നാണ്. ഭൂമിയിൽ നിന്ന് 14 കോടി കിലോമീറ്റർ അകലെ ബഹിരാകാശ പേടകത്തിൽ ഏകാന്തതയുടെ നടുക്കയത്തിൽ കഴിയുന്ന നരേഷിനൊപ്പം ഒരു സഹപ്രവർത്തനായി മാറാന് കമ്പ്യൂട്ടറിന് കഴിയുന്നു. ചോരയും നീരുമുള്ള മനുഷ്യന്റെ ചിന്തയും വാക്കുകളുമാണ് നമുക്ക് പലപ്പോഴും ഈ കമ്പ്യൂട്ടറിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. നരേഷിന്റെ ചോദ്യത്തിന് ഫീഡ് ചെയ്ത പ്രതികരണങ്ങൾക്കപ്പുറത്തുള്ള ചില മറുപടികൾ കമ്പ്യൂട്ടറിൽ നിന്നുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതി നമ്മുടെ കമ്പ്യൂട്ടർ പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ബഹിരാകാശ പേടകം സൂര്യനടുത്തേക്കാണ് പോകുന്നതെന്നും ഗുരുത്വാകർഷണ വലയത്തിൽപ്പെട്ട് നമ്മുടെ പേടകം സൂര്യനടുത്തെത്തി കത്തി ഭസ്മമാകും എന്ന മുന്നറിയിപ്പ് കമ്പ്യൂട്ടർ നൽകുന്നുണ്ട്. പേടകം മുഴുവനായി കത്തി അമരാതിരിക്കാനുള്ള തന്ത്രം സൂചിപ്പിച്ച് തനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നരേഷ് വ്യക്തമാക്കുമ്പോൾ, നീ എന്നെ ബലി കൊടുത്ത് രക്ഷപ്പെടാനുള്ള ശ്രമമാണല്ലേ എന്ന് കമ്പ്യൂട്ടർ മറുപടി നൽകുന്നത് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കാൻ പര്യാപ്തമാണ്. മാത്രമല്ല, ബലി എന്തെന്ന് നരേഷിന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടർ. നിന്റെ പേര് നരേഷ്, അതായത് നരേഷ് എന്ന പേരിന്റെ അർത്ഥം രാജാവ് എന്നാണ്. അപ്പോൾ നിന്റെ പേര് ഇവിടെ അന്വർത്ഥമാകാൻ പോകുന്നു എന്ന് പറഞ്ഞ നരേഷിന്റെ പ്രവൃത്തിയെ വിലയിരുത്തുകയും മനുഷ്യന് മാത്രം പറ്റുന്ന രീതിയിൽ ചിന്തിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് ഇവിടെ കമ്പ്യൂട്ടർ. നരേഷിന്റെ നിയന്ത്രണത്തിനും നിർദ്ദേശത്തിനും വിധേയമായി പേടകം വേർപെട്ട് കമ്പ്യൂട്ടർ സ്ഥിതി ചെയ്യുന്ന മുന്നിലെ കഷ്ണം സൂര്യനോടടുത്ത് ഭസ്മമാകാൻ പോകുന്നതിന് മുമ്പ് നീ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന നരേഷിന്റെ ചോദ്യത്തിന്, നീ നിർദ്ദേശങ്ങൾ കൊണ്ട് എന്നെ കെട്ടിയിട്ടിരിക്കുകയല്ലേ, എന്നിട്ടാണോ എന്നോട് ഇപ്രകാരം ചോദിക്കുന്നത് എന്ന് ആ കമ്പ്യൂട്ടറിന്റെ ചോദ്യം നമ്മളെ വല്ലാതെ ഒന്ന് ചിന്തിപ്പിക്കാൻ ഇടവരുത്തുന്നുണ്ട് അല്ലെ. തന്നിൽ അർപ്പിതമായ പ്രവൃത്തി സന്തോഷത്തോടെ ചെയ്ത് സ്വയം അരിഞ്ഞടങ്ങുന്ന കമ്പ്യൂട്ടർ കേവലം ഒരു യന്ത്രം എന്നതിനപ്പുറം വിവേചന ബുദ്ധിയും ലോക പരിജ്ഞാനവും ഉത്തരവാദിത്വ ബോധവുമുള്ള ഒരു മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്നത് നമ്മളെ വളരെ അതിശയിപ്പിക്കുക തന്നെ ചെയ്യും. എല്ലാം കൊണ്ടും വൈചാരികമായ ഭാവങ്ങൾ ഒക്കെ മനുഷ്യനെ പോലെ തന്നെ പുലർത്തുന്ന ഒരു വസ്തുവായിട്ട് നമുക്ക് ഇവിടുത്തെ കമ്പ്യൂട്ടറിനെ കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത ചോദ്യം, പഴയ കാലത്ത്, അതായത് രാജാക്കന്മാരും റാണിമാരും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് രാജ്യത്ത് എന്തെങ്കിലും സങ്കടമോ ക്ഷാമമോ മറ്റു ദുരിതമോ മഹാമാരിയോ ഒക്കെ ഉണ്ടായാൽ അവയെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ബലി നൽകുന്ന ഏർപ്പാടുണ്ടായിരുന്നു. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ദുർമന്ത്രവാദ കൊല, ഒടുവിൽ ജയിലഴി, പൂർവ്വജന്മം അറിയാൻ തിരക്കേറുന്നു. ഇത്തരമൊക്കെ വാർത്തകൾ പാഠസന്ദർഭവും വാർത്തകളും ശ്രദ്ധിച്ചല്ലോ. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വളർച്ച നേടിയ ഇക്കാലത്തും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. സമകാലിക അവസ്ഥകൾ യുക്തിസഹമായി വിശകലനം ചെയ്ത് അന്ധവിശ്വാസവും സമകാലിക സമൂഹവും എന്ന വിഷയത്തിൽ ഒരു മുഖപ്രസംഗം തയ്യാറാക്കാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ പലപ്പോഴും നമുക്ക് ഇപ്പോഴും കാണാനിടയാവുന്നു എന്നുള്ളതാണ്. അന്ധവിശ്വാസവും സമകാലിക സമൂഹവും എന്ന് പറയുമ്പോൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും അന്ധവിശ്വാസങ്ങളും നമ്മുടെ സമൂഹത്തിൽ വളരുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ബഹുദൂരം മുന്നോട്ട് പോയ ആധുനികതയുടെ ഇക്കാലത്ത് പലരും അന്ധവിശ്വാസങ്ങളും പേറിയാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൂടെ നമുക്ക് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. അന്ധവിശ്വാസം എന്നാൽ യുക്തിചിന്ത ഇല്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളോ ആശയങ്ങളോ ആണെന്ന് നമുക്ക് പറയാം. ഈ ധാരണകൾക്ക് ചരിത്രപരമായ സമ്പർക്കവും മതപരമായ പശ്ചാത്തലവും ഉണ്ടാകാം. എന്നാൽ ആധുനിക മനുഷ്യനെ അന്ധവിശ്വാസം നിയന്ത്രിക്കുന്ന ഒരു രീതി ഏറെ അപമാനകരവുമാണ്. നമ്മൾ ഇത്രത്തോളം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളർന്നു കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന
പറയുന്ന വളരെ അപമാനകരമായ ഒരു വസ്തുതയാണ്. ഒരു പൂച്ച കുറുകെ ചാടുന്നത് എന്താ അപകടം ഉണ്ടാക്കാൻ പോകുന്നു എന്നും അതുപോലെ രാഹുകാലം നോക്കി യാത്ര ചെയ്യുക എന്ന വിശ്വാസങ്ങളൊക്കെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നവരുണ്ടല്ലോ മനുഷ്യരുടെ ഇടയിൽ. അപ്പൊ അതിനൊക്കെ അപ്പുറത്തേക്ക് അന്ധവിശ്വാസങ്ങൾ മനുഷ്യാവകാശ ലംഘനത്തിനും അതുപോലെ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നതിനും വരെ കാരണമായി തീരുന്നു എന്നുള്ളത് ഏറ്റവും അപകടകരമായ ഒരു കാഴ്ച തന്നെയാണ്. ആധുനിക ചികിത്സാ രീതികൾ ഒഴിവാക്കി താന്ത്രിക ചികിത്സയിലേക്കൊക്കെ പോകുന്നവരും അതുപോലെ സ്ത്രീകളെ ദുഷ്ടാത്മാക്കൾ ശരീരത്തെ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയും, അതുപോലെ കുട്ടികളെ ധന സമ്പാദനത്തിന് വേണ്ടി അല്ലെങ്കിൽ ധനം ഉണ്ടാകാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ബലി കഴിക്കുന്ന കാഴ്ചയും ഒക്കെ നമുക്ക് പലയിടത്തും നിന്നും കാണാൻ കഴിയുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് അറിവില്ലായ്മ, അജ്ഞത തന്നെയാണ്. അതുപോലെ ഭയം, അതിൽ നിന്നാണ് പലതും സംഭവിക്കുന്നത്. ഈ ദുരാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒക്കെ പലപ്പോഴും ഭയവും അജ്ഞതയുമാണ് കാരണമായി തീരുന്നത്. എല്ലാ തലങ്ങളിലും യുക്തിവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും അന്ധവിശ്വാസത്തിന്റെ അപകടങ്ങൾ വെളിപ്പെടുത്തുകയും വിമർശനാത്മകമായ ചിന്തയുടെ പ്രാധാന്യം ശാസ്ത്രീയമായി വിശദീകരിക്കുകയും ചെയ്ത സമൂഹത്തെ യുക്തിചിന്തയിലേക്കും ശാസ്ത്രീയമായ ചിന്തയിലേക്കും കൊണ്ടുവരേണ്ടത് വിദ്യാഭ്യാസത്തിന്റെ കൂടെ കടമയാണ്, കർത്തവ്യമാണ്. അതിന് വലിയൊരു ഉത്തരവാദിത്വം തന്നെയുണ്ട്. അന്ധവിശ്വാസത്തെ നേരിടുന്നത് സംസ്കാരത്തെ നിഷേധിക്കലല്ല, മറിച്ച് അത് സംസ്കാരത്തെ മൂഢമായ ആശയങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു പ്രവൃത്തിയും കൂടിയാണ്. ശാസ്ത്ര അവബോധവും യുക്തിചിന്തയും മനുഷ്യനെ സാമൂഹികമായും സാംസ്കാരികമായും ഉയർത്തുന്നുവെങ്കിൽ അന്ധവിശ്വാസം അവനെ അതിൽ അടിമയാക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ നമ്മൾ യുക്തിചിന്തയും ശാസ്ത്രീയ വീക്ഷണവുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ടുള്ള നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടായേ മതിയാവുകയുള്ളൂ. അന്ന് നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്ന് സ്റ്റീഫന്റെ സംഭാഷണശേഷി തീരെ നഷ്ടപ്പെട്ടു. തൊണ്ടയിലായിരുന്നു ശസ്ത്രക്രിയ. സംഭാഷണശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട സ്റ്റീഫന് മുന്നിലേക്ക് സ്ഫടികത്തിലുള്ള ഒരു പലകയുമായാണ് ജെയിൻ എത്തുന്നത്. അതിൽ എ മുതൽ ഇസഡ് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെയിൻ ഓരോ അക്ഷരവും വായിക്കും. സ്റ്റീഫൻ കണ്ണുകൾ കൊണ്ട് അത് ഏത് അക്ഷരമെന്ന് സൂചിപ്പിക്കും. ഇങ്ങനെ പലവട്ടം ആവർത്തിച്ച് വാക്കുകളും വാക്യങ്ങളും തയ്യാറാക്കും. ഈ രീതി കൊണ്ട് ചെറിയ ആവശ്യങ്ങൾ അറിയിക്കാമെന്നല്ലാതെ പ്രബന്ധരചനയൊന്നും സാധ്യമാവില്ല. ഈ അവസരത്തിലാണ് വോൾട്ടാസ് എന്ന കമ്പ്യൂട്ടർ വിദഗ്ധൻ താൻ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ സ്റ്റീഫൻ അയച്ചു കൊടുക്കുന്നത്. ഇന്റൽ കമ്പനി തയ്യാറാക്കിയ കമ്പ്യൂട്ടറും ഈ പ്രോഗ്രാമും സ്പീച്ച് പ്ലസ് എന്നൊരു കമ്പനിയുടെ സിന്തസൈസറും ചേർന്ന് സ്റ്റീഫന് കൃത്രിമ സംസാരശേഷി നൽകി. ഒരു മിനിറ്റിൽ 3 വാക്കുകളാണ് പറയാൻ കഴിയുക. സ്റ്റീഫൻ ഹോക്കിങ്സ് ശാരീരിക വെല്ലുവിളികളെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മറികടന്ന അപൂർവ പ്രതിഭയാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. ആശയവിനിമയ രംഗത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യ കൈവരിച്ച വളർച്ച കൂടി പരിഗണിച്ച് വെല്ലുവിളികളെ അതിജീവിക്കാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന വിഷയത്തിൽ ഒരു ഡിജിറ്റൽ ഫീച്ചർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ അതിജീവനവും ശാസ്ത്ര സാങ്കേതിക വിദ്യയും എന്ന വിഷയം ഉണ്ടായിരിക്കണം. പ്രകൃതിയുടെ ഭാഗമായ മനുഷ്യന്റെ അതിജീവന കഥകൾക്ക് നൂറ്റാണ്ടുകളുടെ തന്നെ പഴക്കമുണ്ട്. ചരിത്രാതീത കാലത്തു നിന്നും ചരിത്രകാലത്തിലേക്കും പിന്നീട് ആധുനിക കാലത്തേക്കും മനുഷ്യൻ എത്തിച്ചേർന്ന നിരവധി ആയ പോരാട്ടങ്ങളിലൂടെയാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുക്തിചിന്തയും ശാസ്ത്രചിന്തയുമാണ്. സാമൂഹ്യ ജീവിയായ മനുഷ്യന് വെല്ലുവിളികളെ നേരിടാനുള്ള ഏറ്റവും ശക്തമായ ആയുധമായി മാറിയത് ശാസ്ത്ര സാങ്കേതിക വിദ്യയായിരുന്നു. അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ ജാഗ്രതയോടെ ഭൂചലനം, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം, അഗ്നിപർവ്വത ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെ പലപ്പോഴും നിസ്സഹായരാക്കി നിർത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനും അവയുടെ അപകടങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനും വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സാറ്റലൈറ്റ്, ആധികാരികമായ കാലാവസ്ഥാ പ്രവചനങ്ങൾ, സീസ്മിക് സെൻസറുകൾ തുടങ്ങിയവ അതിന് ഉദാഹരണങ്ങളാണ്. അവയുടെ സഹായത്തോടെ പ്രകൃതി ദുരന്തങ്ങളെ തിരിച്ചറിയാനും അതിജീവിക്കാനുമുള്ള കരുത്ത് മനുഷ്യൻ നേടിയെടുക്കുകയുണ്ടായി. അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനും അപകടത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിനുമൊക്കെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകള് മനുഷ്യന് സഹായകമായിട്ടുണ്ട്. അതുപോലെ ആരോഗ്യ മേഖലയിലെ കരുത്ത്, ആരോഗ്യ മേഖലയില് ഒരുപാട് ശാസ്ത്ര സാങ്കേതിക രംഗത്തിന്റെ വളർച്ച ഏറ്റവും അധികം സംഭാവനകൾ നൽകിയിട്ടുള്ളത് ആരോഗ്യ രംഗത്താണ്. മാരക രോഗങ്ങൾക്കൊക്കെ മുമ്പിൽ പകച്ചുപോയ മനുഷ്യൻ ഇന്ന് അവയ്ക്കൊക്കെ മരുന്നുകൾ കണ്ടുപിടിക്കുകയും വേണ്ട ചികിത്സകൾ നൽകി അവരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം COVID-19 എന്ന മഹാമാരിക്ക് എതിരെ ഉണ്ടാക്കിയ കോവാക്സ്, കോവിഷീൽഡ് തുടങ്ങിയുള്ള വാക്സിനുകളൊക്കെ ഈ ഉത്തരവാദിത്വം തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഇതെല്ലാം സാങ്കേതിക വിദ്യയുടെ വിജയം കൊണ്ട് സംഭവിച്ചതാണ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ച ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? പല അവയവങ്ങളും മാറ്റിവെക്കാൻ ഇന്ന് സാധിക്കുമെന്നുള്ള വിജയകരമായി നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യ രംഗത്തും ഇതിന്റെ കരുത്ത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. മറ്റൊന്ന് ഭക്ഷ്യസുരക്ഷയും കാർഷിക മേഖലയും എന്നുള്ളതാണ്. ജനസംഖ്യയുടെ വളർച്ചയ്ക്ക് അനുസരണമായി ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ആ
ഉത്കൃഷ്ടമായ വിത്തിനങ്ങളും അതുപോലെ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെയുള്ള കൃഷി രീതികളും ഒക്കെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ജലസേചനം ഫലപ്രദമായി ചെയ്യുന്നതിന് ഒക്കെയും ഈ ശാസ്ത്ര സാങ്കേതികതയുടെ വളർച്ച സഹായകമായിട്ടുണ്ട്. അതുപോലെ ഭക്ഷ്യോൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിച്ചതും ദാരിദ്ര്യത്തെ തുടച്ചു നിൽക്കാനൊക്കെ സാധിച്ചതും ഇത്തരം കൃഷി രീതികളുടെ വരവോടുകൂടിയാണ്. ഈ പാരിസ്ഥിതിക സംരക്ഷണവും ശാസ്ത്രത്തിന്റെ ഒരു കയ്യൊപ്പാണെന്ന് നമുക്ക് പറയാൻ കഴിയും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തന്നെയാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകള്, അതുപോലെ നാനോ സാങ്കേതിക വിദ്യ ആശ്രയിച്ചുള്ള ജലശുദ്ധീകരണ സംവിധാനങ്ങള്, ഇതൊക്കെ പരിസ്ഥിതി സംരക്ഷണത്തിന് അനിവാര്യമായ കാര്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. നവീകരണ ഊർജ്ജ മേഖലയുടെ വളർച്ചയും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ്. അതുപോലെ രാജ്യ സുരക്ഷയിലും ഈ ശാസ്ത്ര സാങ്കേതികതയിലെ മുന്നേറ്റം വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട്. സൈബർ സുരക്ഷ, കൃത്രിമ ബുദ്ധിയിൽ അധിഷ്ഠിതമായ നിരീക്ഷണ സംവിധാനം, നെറ്റ്വർക്ക് കണക്ഷൻ വഴി ഭൂമിശാസ്ത്രപരമായ ദുരന്തങ്ങളിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിലേക്കോ നെറ്റ്വർക്കിലേക്കോ ആക്സസ് ചെയ്യാനുള്ള റിമോട്ട് ആക്സസ് തുടങ്ങിയവയുടെ സഹായത്തോടെ രാജ്യസുരക്ഷാ മേഖലയിലും സാങ്കേതിക വിദ്യ വലിയ വെല്ലുവിളികളെ അതിജീവിക്കാൻ പര്യാപ്തമായിട്ടുണ്ടെന്ന് നമുക്കറിയാം. സാങ്കേതിക വിദ്യയാണ് വർത്തമാന ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന കരുത്തെന്ന് പറയുന്നത്. മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളികൾക്ക് ശാശ്വതമായ ഒരു ഉത്തരം ശാസ്ത്രത്തിലൂടെ മാത്രമേ സാധ്യമാവൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇതിനൊക്കെ നമുക്ക് ബലം നൽകുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യണം. ആ ചെയ്യണം എന്നുള്ളതിന് അടിവരയിട്ടിട്ടുണ്ട്. മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യട്ടെ. മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യാം. ചെയ്യുക എന്ന ക്രിയയുടെ വിവിധ രൂപങ്ങളാണല്ലോ മുകളിലെ വാക്യങ്ങളിൽ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മറ്റു ക്രിയാപദങ്ങൾ കണ്ടെത്തി അവയുടെ പ്രത്യേകത അനുസരിച്ച് പട്ടികപ്പെടുത്തി നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ചെയ്യുക എന്ന ക്രിയയുടെ വിവിധ രൂപങ്ങളാണ് ചെയ്യണം, ചെയ്യട്ടെ, ചെയ്യാം എന്നൊക്കെയുള്ളത്. ഒരു ക്രിയാധാതു അതിന്റെ അർത്ഥത്തെ ഏതെല്ലാം രീതിയിൽ പരിഷ്കരിക്കുന്നുവോ അതിനെയാണ് പ്രകാരം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കുളിക്കുക എന്ന ക്രിയ തന്നെ നോക്കുക. ഇതിന് കുളിക്കുന്നു, കുളിച്ചു, കുളിക്കും, കുളിക്കട്ടെ, കുളിക്കാം, കുളിക്കണം എന്നിങ്ങനെ പല രൂപങ്ങളും നമുക്ക് കാണാം. ഇതിനെയാണ് നമ്മൾ പ്രകാരം എന്ന് പറയുന്നത്. ആ ചെയ്യുന്ന രീതി, ക്രിയ ചെയ്യുന്ന ആ രീതിക്കാണ്. അപ്പൊ ഇത് പ്രധാനമായും 4 വിധത്തിലാണുള്ളത്. നിർദ്ദേശക പ്രകാരം, നിയോജക പ്രകാരം, വിധായക പ്രകാരം, അനുജ്ഞായക പ്രകാരം എന്നിവയാണ് 4 അപ്പം ഉദാഹരണമായിട്ട് കാണുന്നു, കണ്ടു, കാണും, ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനകാല, ഭൂത, ഭാവി എന്നീ കാലങ്ങളിൽ ഏതെങ്കിലും വരുന്ന ക്രിയാരൂപത്തിനെയാണ് നമ്മൾ നിർദ്ദേശക പ്രകാരം എന്ന് പറയുന്നത്. അതായത് ക്രിയയുടെ കേവല രൂപത്തെയാണത് കാണിക്കുന്നത്. നിയോജക പ്രകാരം എന്ന് പറഞ്ഞാൽ ഇപ്പം വരട്ടെ, പോകട്ടെ, ചെയ്യട്ടെ എന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ ആജ്ഞാരൂപത്തിൽ വരുന്നവയാണ്. ഇപ്രകാരം വരുന്ന ക്രിയാരൂപങ്ങൾക്കാണ് നിയോജക പ്രകാരം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യയം അട്ടെ, ചെയ്യട്ടെ, പോകട്ടെ, വരട്ടെ എന്നൊക്കെയുള്ള. ഉദാഹരണമായിട്ട് രാമൻ പോകട്ടെ എന്ന് പറയുമ്പോൾ അത് നിയോജക പ്രകാരമാണ്. വിധായക പ്രകാരം പഠിക്കണം, ചിന്തിക്കണം, എഴുതണം എന്നിങ്ങനെ വിധി അല്ലെങ്കിൽ ശാസനയുടെ മട്ടിലുള്ളതാണ്. അതായത് വിധി, ശാസന, ഉപദേശം എന്നീ അർത്ഥങ്ങളിൽ വരുന്ന പ്രകാരത്തിനാണ് വിധായക പ്രകാരം എന്ന് പറയുന്നത്. ഇതിന് പ്രത്യയമായിട്ട് വരുന്നത് അണം, അതായത് പോകണം, പഠിക്കണം എന്നിങ്ങനെയുള്ള ഉദാഹരണങ്ങൾ. അടുത്ത 4മത്തത് അനുജ്ഞായക പ്രകാരമാണ്. അനുജ്ഞ, വരാം, നടക്കാം, എഴുതാം എന്ന രീതിയിൽ സമ്മതമോ അനുവാദമോ സൂചിപ്പിക്കുന്നതാണ് അനുജ്ഞായക പ്രകാരം എന്ന് പറയുന്നത്. ഇതിന് പ്രത്യയം ആം എന്നുള്ളതാണ്. അപ്പം അകത്തേക്ക് വരാം എന്ന് വേണമെങ്കിൽ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. ഇതോടുകൂടി നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം.